മറ്റൊരു മണ്ഡലകാലം കൂടി അടുത്തെത്തിയിരിക്കുന്നു. ഇത്തവണയും ലക്ഷക്കണക്കിന് ആളുകളാണ് ശബരിമലയിലേക്ക് എത്താനായി കാത്തിരിക്കുന്നത്. തീർത്ഥാടന കാലത്തിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങൾ എവിടെ വരെ എത്തിയെന്ന് അന്വേഷിച്ചാൽ അതിന് മറുപടി പറയാൻ നമ്മുടെ സർക്കാരിനോ ദേവസ്വം ബോർഡിനോ ഇപ്പോൾ സാധിക്കില്ല. മാസ്റ്റർ പ്ലാൻ അടക്കമുള്ള പദ്ധതികൾ ജലരേഖയായി അവശേഷിക്കുമ്പോൾ ഇത്തവണത്തെ തീർത്ഥാടന കാലത്തും ഭക്തർക്ക് ദുരിതമാകും ബാക്കിയാകുക. ഇത്തവണയും കാര്യമായ മാറ്റങ്ങൾ ഒന്നുമില്ല. ശബരിമലയിൽ സന്നിധിയിലെത്താൻ ത്യാഗങ്ങൾ സഹിക്കണമെന്നുള്ളതുകൊണ്ടാണോ എന്നറിയില്ല. ശബരിമലയുമായി ബന്ധപ്പെട്ട് വികസന പ്രവർത്തനങ്ങൾ നടത്താൻ ദേവസ്വം ബോർഡിനും സംസ്ഥാന സർക്കാരിനും അത്ര താല്പര്യമൊന്നുമില്ല. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയിൽ ഓരോ മണ്ഡലകാലത്തും ലക്ഷക്കണക്കിന് ഭക്തരാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി എത്തുന്നത്. അതുകൊണ്ട് തന്നെ കോടിക്കണക്കിന് രൂപയുടെ വരുമാനവും സംസ്ഥാനത്തിന് ലഭിക്കുന്നുണ്ട്. എന്നാൽ തീർത്ഥാടകർക്കാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാൻ ദേവസ്വം ബോർഡിനും സംസ്ഥാന സർക്കാരിനും സാധിക്കാതെ പോകുന്നു. പദ്ധതികൾ ഒന്നിനു പുറകെ ഒന്നായി പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും ഇവ നടപ്പാക്കുന്നതിൽ വരുന്ന വീഴ്ചയും തടസ്സങ്ങളും തീർത്ഥാടകരെ കുറച്ചൊന്നുമല്ല ബുദ്ധിമുട്ടിലാക്കുന്നത്. ശബരിമല തീർത്ഥാടനം പത്തനംതിട്ട ജില്ലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. കോട്ടയം, ഇടുക്കി, ആലപ്പുഴ, തിരുവനന്തപുരം തുടങ്ങിയ സമീപ ജില്ലകളും ഇതിൽ ഉൾപ്പെടുന്നു. ശബരിമലയിലേക്ക് എത്താൻ ഭക്തർ തിരഞ്ഞെടുക്കുന്ന യാത്രാമാർഗങ്ങൾ ഏതായാലും അവർക്കാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുക എന്നത് സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും കടമയാണ്. പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ മുതൽ ആശുപത്രിയും ഭക്ഷണവും ശൗചാലയവും എല്ലാം ശബരിമലയിലേക്ക് എത്തുന്ന ഭക്തർക്ക് ഇന്ന് വെല്ലുവിളികളാണ്. എങ്കിലും ഭക്തിയുടെ പേരിൽ ഇതിനെതിരെ പ്രതിഷേധങ്ങൾ ഉന്നയിക്കാത്തത് മുതലെടുക്കാനാണ് പലരും ശ്രമിക്കുന്നത്. തീർത്ഥാടനത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. ഒരു മുന്നൊരുക്കങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. കാരണം ഏത് ത്യാഗം സഹിച്ചും അയ്യപ്പ ഭക്തന്മാർ ശബരിമലയിൽ എത്തിത്തേരും. ഇതറിയാവുന്ന സർക്കാർ അത് മറയാക്കിക്കൊണ്ട് ഒരു പണിയും ചെയ്യാതിരിക്കുന്ന നയവും നിലപാടുമാണ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു 50 വർഷമായിട്ട് ശബരിമലയ്ക്ക് പോകുന്ന ഒരാളാണ്. ഓരോ പ്രാവശ്യം പോകുമ്പോഴും അടുത്ത വർഷം പോകുന്നില്ല എന്ന് വിചാരിക്കും. എന്നാലും വീണ്ടും ആ കൃത്യസമയത്ത് പോകും. പോയി അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ശബരിമല നമ്മളെ ഒരു എത്രത്തോളം ബുദ്ധിമുട്ടി ക്ലേശം സഹിച്ച് 2 മാസത്തെ വ്രതമൊക്കെ എടുത്ത് അവിടെ ചെന്നാലും നമുക്ക് ജസ്റ്റ് ആ ശ്രീകോവിലിനകത്ത് നോക്കാനുള്ള സമയം പോലും അവിടെ കിട്ടത്തില്ല. എടുത്ത് അങ്ങ് അവിടുത്തെ തിരക്കങ്ങനെയാണ്, അവർ പറ്റത്തില്ല. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഈ പുറത്ത് പറയുന്നതല്ലാതെ അവിടെ ശബരിമലയ്ക്ക് വ്രതം നോക്കി വരുന്ന നമ്മളെ മലയാളികളുടെ കാര്യം പോട്ടെ, ഈ പോരുന്ന ആൾക്കാർക്ക് അവിടെ ഒരു സെക്കൻഡ് ഒന്ന് ദർശനം ചെയ്യാനോ ഒരു സംവിധാനം ചെയ്യാനോ ഒരു സംവിധാനം ഇന്ന് വരെ ശബരിമലയുടെ ചരിത്രത്തിൽ അവിടെ ഉണ്ടായിട്ടില്ല. മൂവാറ്റുപുഴ പുനലൂർ റോഡ് ഉൾപ്പെടെ ശബരിമലയിലേക്കുള്ള റോഡുകളുടെ അവസ്ഥ പറയാതിരിക്കാൻ കഴിയില്ല. കുഴികളിൽ വീണ് വണ്ടികളുടെ മാത്രമല്ല ഭക്തരുടെയും നടുവൊടിയുന്ന കാഴ്ചയാണ് എല്ലാ മണ്ഡലകാലത്തും കാണുന്നത്. ടെൻഡർ വിളിച്ച് പണി തുടങ്ങിയ റോഡുകളാകട്ടെ ദിവസങ്ങൾക്കകം പൊട്ടിപ്പൊളിയുകയും ചെയ്യും. അശാസ്ത്രീയ നിർമ്മാണം തന്നെ പ്രധാന കാരണം. കൃത്യമായി സർക്കാരിൽ നിന്നും ഫണ്ട് ലഭിക്കാത്തതിനാൽ ശബരിമലയിലേക്കുള്ള റോഡുകളുടെ നിർമ്മാണത്തിനും അറ്റകുറ്റപ്പണികൾക്കും കോൺട്രാക്ടർമാർ താൽപര്യം കാട്ടാറില്ല. ഇത്തവണയും കുഴിയടക്കലും മറ്റും തകൃതിയായി നടക്കുന്നുണ്ട്. ശബരിമല മാസ്റ്റർ പ്ലാനിലും ഏറ്റവും പ്രാധാന്യം നൽകിയത് റോഡുകൾക്ക് തന്നെയാണ്. കൂടാതെ
പാർക്കിംഗ് സൗകര്യമില്ലാത്തത് ഇത്തവണത്തെ തീർത്ഥാടന കാലത്തും തലവേദന സൃഷ്ടിക്കും. പുല്ലുമേട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ നാളിതുവരെ നടപ്പാക്കിയിട്ടില്ല. സമാനമായ സ്ഥിതി തന്നെയാണ് തീർത്ഥാടകർക്ക് പ്രാഥമിക കാര്യങ്ങൾ നിറവേറ്റാനുള്ള സൗകര്യങ്ങളുടെ കാര്യവും. എല്ലാ കൊല്ലവും ഇത് സജീവ ചർച്ചയാകുമെങ്കിലും ആവശ്യത്തിന് ശൗചാലയങ്ങൾ ഇല്ലാത്തത് ഭക്തരെ കുറച്ചൊന്നുമല്ല ബുദ്ധിമുട്ടിലാക്കുന്നത്. കോടികൾ പലതവണ മുടക്കിയതാണെങ്കിലും ഒന്നും ആവശ്യത്തിന് ഉപകരിക്കുന്നില്ല. ശബരിമലയെ ഒരു സാർവദേശീയ തീർത്ഥാടന കേന്ദ്രമാക്കണമെന്ന് എഴുതി കൊടുത്തിട്ട് UP ഗവൺമെൻറ് ചെയ്തില്ല. കേരളത്തിൽ അത് വലിയ പ്രസംഗമാണല്ലോ ഇവരെല്ലാം നടത്തുന്നത്. അവർക്ക് വല്ല പ്രശ്നമുള്ളതാണോ? കാരണം ഞാൻ മിനിസ്റ്ററായ 2006 അവിടെ 2.5 കോടി ആളാണ് വന്നത്. ഈ 70 ദിവസത്തെ കാര്യമാണ് പറയുന്നത്. അവസാനം ഞാൻ 2010 മിഡിൽ ഇറങ്ങുമ്പോൾ 3.5 കോടിയാണ് വന്നത്. വിരിവെക്കാനുള്ള ഇടത്താവളങ്ങളിലെ അവസ്ഥയും വളരെ ശോചനീയം തന്നെ. മറ്റു സംസ്ഥാനങ്ങൾക്ക് അനുവദിച്ചു നൽകിയ സ്ഥലങ്ങളിൽ അവർ നല്ല രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമ്പോൾ കേരള സർക്കാർ പിന്നോട്ട് തന്നെയാണ്. ഭക്ഷണശാലകളും മറ്റും ഉയർത്തുന്ന വെല്ലുവിളികളും ആശുപത്രി സേവനവും ഇന്നും ശബരിമല തീർത്ഥാടകർക്ക് അന്യമായി തന്നെ നിൽക്കുന്നു. ഇനി 1.5 മാസം അവശേഷിക്കുന്ന ഈ സാഹചര്യത്തിൽ റോഡുകൾ നന്നാക്കിയിട്ടില്ല. ആവശ്യമായിട്ടുള്ള വാഹന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നിട്ടില്ല. അവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കുടിവെള്ളവും മറ്റ് സൗകര്യങ്ങളും ഏർപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നിട്ടില്ല. പമ്പ ശുദ്ധീകരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് മുൻകാലങ്ങളിൽ ഒക്കെ സ്വീകരിച്ചിരുന്ന പദ്ധതികൾ ഒക്കെ എല്ലാം താളം തെറ്റി ഒക്കെ വഴിക്ക് വെച്ചിട്ട് പോയിരിക്കുകയാണ്. പുതിയ സമാന്തര റോഡുകൾ ഉണ്ടാക്കുകയും പാലങ്ങൾ പണിയുകയും ഒക്കെ ചെയ്യാൻ വേണ്ടി തീരുമാനമുണ്ടായിരുന്നു. അതും പാതി വഴിയിലിട്ട് അതും പൂർത്തിയാക്കാൻ ഈ സീസൺ കാലത്ത് കഴിയില്ല. വർഷം തോറും ശബരിമലയിലേക്ക് എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിൽ വൻ വർധനവാണ്. അതുകൊണ്ടുതന്നെ മണ്ഡലകാലത്ത് മാലിന്യ പ്രശ്നവും അതിരൂക്ഷമാണ്. ഇത് പമ്പാ നദിയെയും ബാധിക്കുന്നുണ്ട്. മാലിന്യ സംസ്കരണത്തിനുള്ള പദ്ധതികൾ കടലാസിൽ ഒതുങ്ങുമ്പോൾ ഇത്തവണത്തെ മണ്ഡലകാലത്തും പ്രശ്നം കീറാമുട്ടിയാകും. ഇത് ശബരിമലയെ മാത്രമല്ല പശ്ചിമഘട്ട മലനിരകൾക്ക് തന്നെയാണ് ഭീഷണി ഉയർത്തുന്നത്. റോഡുകളും ശൗചാലയങ്ങളുമടക്കം നിരവധി പ്രശ്നങ്ങളാണ് ഈ തീർത്ഥാടന കാലത്തും ഭക്തർക്ക് നേരിടേണ്ടി വരിക. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനുള്ള ചർച്ചകൾ മുൻ വർഷങ്ങളിൽ തന്നെ സജീവമായിരുന്നു. എന്നാൽ യാതൊരു നടപടിയും ഇതുവരെയും നടപ്പാക്കിയിട്ടില്ല എന്നതാണ് വാസ്തവം. മണ്ഡലകാലത്ത് തീർത്ഥാടകർ അനുഭവിക്കുന്ന ഈ ദുരിതങ്ങൾക്ക് പരിഹാരമെന്നോണമാണ് ശബരിമലയിൽ മാസ്റ്റർ പ്ലാൻ പദ്ധതി പ്രഖ്യാപിച്ചത്. പമ്പയുടെയും നിലയ്ക്കലിൻ്റെയും വണ്ടിപ്പെരിയാറിൻ്റെയും വികസനം ഇതിലൂടെ ലക്ഷ്യമിടുകയും ചെയ്തു. പുല്ലുമേട്ടിലുണ്ടായ ദുരന്തം വീണ്ടും ഉണ്ടാകാതിരിക്കാൻ കൂടിയാണ് ഈ മാസ്റ്റർ പ്ലാൻ നടപ്പാക്കാൻ തീരുമാനിച്ചത്. ഇത്രയും പിൽഗ്രിംസ് വരുന്ന ഒരു തീർത്ഥാടനം ലോകത്തെവിടെയില്ല. അപ്പോൾ നമ്മൾ മക്കയെടുക്കുക, മക്കയിൽ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഒന്നാണ് വരുന്നത്. പക്ഷേ വിമാന സർവീസ് കുറവല്ലേ, ആഗ്രഹമുള്ളവർക്ക് വരാനൊക്കത്തില്ല അവിടെ. അത് കാരണം ഒരു 40 ലക്ഷം താഴെയുള്ളൂ. റോമിൽ 50 ലക്ഷം പോലും വരില്ല പോപ്പിനെ കാണാൻ. ലോകത്തെ ഏറ്റവും വലിയ തീർത്ഥാടനമാണിത്. ഒരു ഇൻ്റർനാഷണൽ തീർത്ഥാടന കേന്ദ്രമാക്കണമെന്ന് നിയമസഭ തന്നെ പ്രമേയം പാസ്സാക്കി അയച്ചു. ഞാനന്ന് കത്തയച്ചു, അവർ ചെയ്തില്ലല്ലോ. കഴിഞ്ഞ ഇടത് സർക്കാരിന്റെ കാലത്താണ് ശബരിമലയുടെ സമഗ്ര വികസനത്തിനായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയത്. ഉന്നതതലത്തിൽ പലതവണ നടത്തിയ ചർച്ചകൾക്കും പഠനങ്ങൾക്കും ശേഷമായിരുന്നു മാസ്റ്റർ പ്ലാൻ. എന്നാൽ സമഗ്രമായ പദ്ധതികൾ വിഭാവനം ചെയ്യുമ്പോൾ അത് നടപ്പാക്കുന്നതിലുണ്ടാകുന്ന വീഴ്ച നമ്മുടെ സർക്കാരിന് പുതുമയല്ല. അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. 50 വർഷത്തേക്കുള്ള ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ശബരിമല മാസ്റ്റർ പ്ലാനിന് രൂപം നൽകിയത്. കൂടാതെ അടിയന്തര പ്രാധാന്യത്തോടെ ചെയ്യേണ്ടവയും ഉൾക്കൊള്ളിച്ചിരുന്നു. 2009 ആവിഷ്കരിച്ച പദ്ധതിക്കായി 122.5 കോടി രൂപയാണ് ആദ്യം വകയിരുത്തിയത്. സന്നിധാനം, പമ്പ, നിലയ്ക്കൽ, വണ്ടിപ്പെരിയാർ, എരുമേലി എന്നിങ്ങനെ ശബരിമലയിലെയും അനുബന്ധ സ്ഥലങ്ങളുടെയും വികസനമായിരുന്നു ലക്ഷ്യം. ആദ്യഘട്ടം 2011 തുടങ്ങിയത്. 50 കോടി രൂപ വായ്പയെടുത്തും 25 കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയും 25 കോടി രൂപ സ്പോൺസർമാർ വഴിയും കണ്ടെത്താനായിരുന്നു തീരുമാനം.
റോഡ് വികസനത്തിനും പാർക്കിങ്ങിനുമായിരുന്നു പ്രാധാന്യം നൽകിയത്. എന്നാൽ ഇവയുടെ പണി ഇന്നും പൂർത്തിയായിട്ടില്ല. കൂടാതെ കുടിവെള്ളത്തിനായി കണ്ണാർ അണക്കെട്ടിന്റെ ഉയരം കൂട്ടാനും സന്നിധാനത്ത് 6 കോടി രൂപ മുതൽ മുടക്കി 2 അന്നദാന മണ്ഡപങ്ങൾ, നടപ്പന്തൽ, മാലിന്യ സംസ്കരണം, റോപ്പ് വേ, ക്യൂ കോംപ്ലക്സ് എന്നിവയും പദ്ധതിയിലുണ്ടായിരുന്നു. പണികൾ ഇഴഞ്ഞു നീങ്ങുന്നതിനിടയിലാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഉന്നതാധികാര സമിതിയെ മാസ്റ്റർ പ്ലാൻ നടപ്പാക്കാൻ നിയോഗിച്ചത്. ദേവസ്വം മന്ത്രിയുടെ മേൽനോട്ടത്തിൽ കെ ജയകുമാർ ചെയർമാനായ സമിതിയിൽ ദേവസ്വം ബോർഡ് അംഗങ്ങളും ഉണ്ടായിരുന്നു. തുടർന്ന് 2ാം ഘട്ടത്തിന്റെ പ്രഖ്യാപനം നടന്നു. 75 കോടി ചിലവിൽ വീണ്ടും പദ്ധതികൾ മെനഞ്ഞു. എന്നാൽ 1.5 വർഷം കഴിയുമ്പോഴും ശബരിമലയിലെ ദുരിതങ്ങൾക്ക് യാതൊരു മാറ്റവുമില്ല. ശബരിമല മാസ്റ്റർ പ്ലാൻ തന്നെ എങ്ങും എത്താതെ കിടക്കുകയാണ്. അതിൻ്റെ അകത്ത് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളതാണ് സീവേജ് പ്ലാന്റിൻ്റെ നിർമ്മാണം. ആ സീവേജ് പ്ലാന്റിൻ്റെ നിർമ്മാണം ഇതുവരെ എങ്ങും എത്തപ്പെട്ടിട്ടില്ല. കരമാലിന്യങ്ങൾ അടക്കമുള്ള മാലിന്യങ്ങൾ സംസ്കരിക്കാൻ ആവശ്യമായ പദ്ധതിയാണ്. അതുമായി ബന്ധപ്പെട്ട പദ്ധതി എങ്ങും എത്തിയിട്ടില്ല. ക്യൂ കോംപ്ലക്സ് അത് ഭക്തജനങ്ങൾക്ക് വെയിലും മഴയൊന്നും കൊള്ളാതിരിക്കത്തക്ക രീതിക്ക് നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ചില ഭാഗങ്ങളിൽ നിർമ്മിച്ചിട്ടുണ്ട് എന്നുള്ളതല്ലാതെ അത് പൂർണ്ണമായിട്ട് നിർമ്മിക്കുവാനോ, ഇതൊക്കെ വർഷങ്ങൾ പഴക്കമുള്ള പദ്ധതികളാണ്. ഈ പദ്ധതികളൊന്നും നടക്കുന്നില്ല എന്ന് തന്നെയല്ല, ഇതൊക്കെ ഇടയ്ക്ക് വെച്ച് മുടങ്ങുകയും ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കാതെയും പോകുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഒപ്പം നിലയ്ക്കലിലെ ബേസിക് ക്യാമ്പ് എന്നുള്ള നിലയിൽ മാസ്റ്റർ പ്ലാനിൽ ഉണ്ടായിരുന്നതാണ്. അതുപോലും തുടങ്ങുന്നതിന് ഈ സർക്കാർ യാതൊരുവിധ ശ്രമം നടത്തില്ല. മരക്കൂട്ടം മുതൽ ശരംകുത്തി വരെ ക്യൂ കോംപ്ലക്സിൻ്റെ പണി നടപ്പിലാക്കുവാൻ വേണ്ടി തീരുമാനിച്ചു. ശബരിമല ഭക്തജനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ടതാണ്. പമ്പയിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം സന്നിധാനത്തേക്ക് വരുന്ന വഴി മരക്കൂട്ടം മുതൽ ശരംകുത്ത് വരെയുള്ള ക്യൂ കോംപ്ലക്സിൻ്റെ പണി തീർന്നാൽ അതിനകത്ത് ഒട്ടനവധി സൗകര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. വളരെ പ്രധാനമായി ടോയ്ലറ്റ് സംവിധാനം, അവർക്ക് കുളിക്കാനുള്ള സംവിധാനം, അവർക്ക് വിശ്രമിക്കാനുള്ള സംവിധാനം, ചികിത്സാ സൗകര്യങ്ങൾ, കുടിവെള്ളം കിട്ടുവാനുള്ള സംവിധാനം, അങ്ങനെ വിവിധ പദ്ധതികൾ ഈ ഓൺലൈൻ പദ്ധതി സംഘടിപ്പിച്ചിട്ടുണ്ട്.